ഹലോ, ഇന്ന് ഞാനിവിടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ കാലം കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാം, അതെങ്ങനെ ഉണ്ടാക്കിയാലാണ് അങ്ങനെ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്തിരി ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് അല്ലേ. ഞാനിപ്പോൾ ഇതാ ഇത്രയും ചെമ്മീൻ എടുത്ത് കഴുകി വാരി വൃത്തിയാക്കിയിട്ട് അത് വെള്ളം പോകാനായിട്ട് എടുത്ത് വച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഉണക്കമുളകും ഉഴുന്നും പിന്നെ അതുപോലെ തേങ്ങ ചിരകിയത് അത്രയും എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഉണക്കമുളക് ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഒടിച്ചെടുക്കുമ്പോൾ അതായത് നുറുങ്ങി പോകാൻ പാകത്തിനുള്ള പാകമാകുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. ഇത് കണ്ട അതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് നമുക്ക് വറുത്തെടുക്കുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കണേ, എന്നാലാണ് നല്ലപോലെ പൊടിച്ച് കിട്ടുള്ളൂ. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്കാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതും ഈ പറഞ്ഞ പോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം. പതിയെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. ഇനി അതേ ഉരുളിയിലേക്ക് ഞാൻ ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ്റെ തലയൊന്നും നുള്ളി കളഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. എല്ലാം ഒരുപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉരുളി എടുത്തിരിക്കുന്നത്. ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ തലയെല്ലാം നുള്ളിക്കളയും. കുറേയൊക്കെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തലയൊക്കെ മാറി കിട്ടും. അപ്പോൾ അത് നല്ലത് നോക്കി നമുക്ക് പെറുക്കിയെടുക്കാം. എല്ലാം ഇങ്ങനെ തല നുള്ളിക്കൊണ്ടിരിക്കാൻ കുറച്ച് സമയം എടുക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതേ വറുത്തതിൻ്റെ പോരാത്തതൊക്കെ വാരിയെടുക്കണം. ഇതുപോലെ ഒടിഞ്ഞു കിട്ടുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇനി വാങ്ങി വെച്ചതിന് ശേഷം ഇതിൻ്റെ തലയെല്ലാം മാറ്റി നല്ലത് മാത്രം മാറ്റിയെടുക്കുന്നുണ്ട്. അത് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം മാറ്റിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇതാ നോക്കിക്കേ, തലയെല്ലാം ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇതൊന്നും പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിച്ചെടുക്കരുത്, പതിയെ ഒന്ന് പൊടിച്ചാൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ഉഴുന്നും വറ്റൽമുളകും തേങ്ങയും പൊടിച്ചെടുക്കാം കേട്ടോ. എല്ലാം വേറെ വേറെ പൊടിച്ചെടുക്കണേ, എന്നാലാണ് അതിൻ്റെ പാകമായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഉപ്പ് കൂടാൻ പാകത്തിന് തന്നെ ഇട്ട് കൊടുക്കണേ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വായിൽ വെള്ളം ഊറുന്ന ടേസ്റ്റാണ് ഇതിന്. തന്നെയല്ല, ഇത് കേടാവുകയില്ല. ഒരു 3-4 മാസം വരെയൊക്കെ കേടാകാതെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇത് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഏത് കണ്ടെയ്നറാണെങ്കിലും നല്ലപോലെ ഉണക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളെടുത്ത് വയ്ക്കുക. അതുപോലെ എടുക്കുന്ന സ്പൂണൊക്കെ ഉണങ്ങിയതായിരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.